ലോകം ഉറ്റുനോക്കുന്ന നയതന്ത്ര പോരാട്ടത്തിന്റെ പുതിയൊരു അധ്യായത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനം, അതിനെ തുടർന്ന് ഇറാൻ നടത്തിയ ശക്തമായ നിഷേധം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമാധാന കരാറുകൾക്കായുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാനുമായുള്ള ആണവ തർക്കത്തിൽ താൻ വലിയൊരു വിജയം നേടിയെന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരണം മുഴുവൻ അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രധാന അവകാശവാദം. ഒരു രാജ്യത്തിന്റെ ആണവ കരുത്ത് നിർണ്ണയിക്കുന്ന യുറേനിയം ശേഖരം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാവുക എന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായ വാർത്തയായിരുന്നു. ആണവ സാമഗ്രികൾ വിട്ടുകൊടുക്കുന്നതിന് പുറമെ ഇറാന്റെ തന്ത്രപ്രധാനമായ ആസ്തികളിലും ഹോർമുസ് കടലിടുക്കിലെ സൈനിക നിയന്ത്രണങ്ങളിലും ഇളവ് വരുത്താൻ ഇറാൻ സമ്മതിച്ചതായി ട്രംപ് പറഞ്ഞു. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻപിൽ ഇറാൻ പൂർണ്ണമായി വഴങ്ങിയെന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ അവകാശവാദങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഇതിനെതിരെ രംഗത്തെത്തി. തങ്ങളുടെ ആണവശേഖരം കൈമാറുന്നതിനെക്കുറിച്ച് ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ട്രംപിന്റെ പ്രസ്താവനയെ അവർ കാണുന്നത്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറോട് അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ട്രംപിന്റെ വാദങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ ആർക്കും അടിയറവ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം നുണപ്രചാരണങ്ങൾ സാധാരണ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ. ഈ തർക്കത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ കടലിടുക്കിൽ മേൽ ഇറാൻ പുലർത്തുന്ന നിയന്ത്രണം അമേരിക്കയെ എന്നും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഹോർമുസ് കടലിടുക്ക് കൂടുതൽ സുതാര്യമായി തുറന്നു കൊടുക്കാൻ ഇറാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ആഗോള എണ്ണ വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇറാന്റെ നിഷേധം വീണ്ടും ആശങ്ക വർദ്ധിപ്പിച്ചു. കടലിടുക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇറാന്റെ സൈനിക കരുത്തിന് തിരിച്ചടിയാകുമെന്നിരിക്കെ അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ എന്നത് നയതന്ത്ര വിദഗ്ധർ സംശയിക്കുന്നു. ഈ സമാധാന നീക്കങ്ങളിലെ കൗതുകകരമായ ഘടകം പാകിസ്ഥാന്റെ സാന്നിധ്യമാണ്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. താൻ അതിൽ പങ്കെടുത്തേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാം രാജ്യങ്ങളുമായുള്ള ബന്ധവും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പാക് വിദേശകാര്യ മന്ത്രാലയം ചർച്ചകളെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ തീയതിയോ രണ്ടാം ഘട്ട ചർച്ചകളുടെ വിശദാംശങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും തന്റെ കടുത്ത സമീപനത്തിൽ മാറ്റം വരുത്താൻ ട്രംപ് തയ്യാറല്ല. നിലവിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി നീട്ടാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നിബന്ധനകൾ അംഗീകരിക്കില്ലെങ്കിൽ ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിക്കുമെന്ന ഭീഷണി മേഖലയിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. സമാധാനം വേണമെങ്കിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഇറാൻ പൂർണ്ണമായി വഴങ്ങണമെന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ശീതയുദ്ധം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇസ്രായേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ ആണവ നീക്കങ്ങളെയും അമേരിക്കയുടെ പ്രതികരണങ്ങളെയും ഉറ്റുനോക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ലഘൂകരിക്കാൻ ദീർഘകാല സമാധാന കരാറിനെക്കുറിച്ച് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരുപക്ഷവും ആലോചിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിരോധത്തിന് കാരണമായേക്കാം. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ശൈലിയും തന്റെ ഭരണകാലത്ത് ഒരു വലിയ വിദേശ നയ വിജയം ലക്ഷ്യമിടുന്ന ട്രംപിന്റെ തന്ത്രങ്ങളും പശ്ചിമേഷ്യ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ വരാനിരിക്കുന്ന ചർച്ചകൾ വിജയിക്കുമോ അതോ ട്രംപിന്റെ ഭീഷണി യാഥാർത്ഥ്യമാകുമോ എന്ന് വരും ആഴ്ചകളിൽ അറിയാം. ആഗോള എണ്ണ വിപണിയും സമാധാന അന്തരീക്ഷവും ഈ 2 രാജ്യങ്ങളെയും തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്.